ചാരുലത മോളെ, വെളുപ്പിന് വെറുതെ വിളിച്ച് തൊണ്ട കളയണ്ട. ചാരുലതയും ചന്ദ്രമതി അവരവരുടെ വീടുകളിലേക്ക് പോയി. എന്നോട് പറയാതെയോ? പറഞ്ഞിട്ടേ പോകൂന്ന് അവര് വാശി പിടിച്ചതാ. നിങ്ങൾ രണ്ടുപേരോടും വിവരം പറഞ്ഞോളാന്ന് ഞാനാ പറഞ്ഞത്. എന്ന് വരുമെന്ന് പറഞ്ഞിട്ടാ പോയത്? അവരിന് വരത്തില്ല. അതെന്താ? ഞാനവരെ പിരിച്ചുവിട്ടതാ. ആരോട് ചോദിച്ചിട്ട് പിരിച്ചുവിട്ടു? 2 മരുമക്കളുള്ളൊരു വീട്ടില് ജോലിക്കാരിയുടെ ആവശ്യം എന്താ? അത് തീരുമാനിക്കാൻ നിങ്ങൾ ആരാ? ചിറ്റമ്മ. ഒരു ചിറ്റമ്മയ്ക്ക് അതിനുള്ള അവകാശം ഇല്ലേ മക്കളെ? അവകാശവും അധികാരമൊക്കെ കിളവന്റെ അടുത്ത് മതി. ഇങ്ങോട്ട് എടുക്കണ്ട. ഒരു ജോലിക്കാരിയുടെ സ്ഥാനം പോലും നിങ്ങൾക്ക് തരുമെന്ന് കരുതണ്ട. അയ്യോ, മര്യാദയ്ക്ക് എന്റെ സെർവന്റിനെ വിളിച്ച് മാപ്പ് പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ അയ്യോ സ്വഭാവം. അയ്യോ പറയുന്ന കേക്ക് ശബ്ദം. పోనీ పోనీ అంటే తల మీద ఎక్కుతావా? నేను గుండూరు పార్వతిని అంటేనా? అత్తగారు వెనగనే కోడలు అది మీకు తెలియదా? ఇంతవరకు ఇక్కడ చూడు, మర్యాద అయితే మర్యాద, లేకపోతే నేను నీకనా నీచదాన్ని తెలుసుకో. ഞാൻ ആരെന്ന് നിനക്ക് അറിയണം അല്ലടി? നിന്റെയൊക്കെ അമ്മായിയപ്പന്റെ ഭാര്യ. ഞാൻ നിന്റെയൊക്കെ വേലക്കാരിയെ വിളിച്ച് മാപ്പ് പറയണം అల్లడి? సర్వంటులు పెద్దదాన్ని తీసుకొచ్చి ఇవ్వడానికి మీరిద్దరు అంత పెద్దవాళ్ళా? నేను గుండూరు పార్వతి అంటేనా? నీకు నా పెట్ట చవిటేలని చూసే చాలవే జాగ్రత్త. എന്താ പ്രശ്നം? ഡ്രൈവർ ഗാഡിക്ക് ഇക്കടെ എక్కడ ఉన్నానോ అక్కడ ഉണ്ടാവും. బయట പോ. ഇറങ്ങി പോടാ. അത് മലയാളത്തിൽ പറഞ്ഞാ പോരെ, ഇംഗ്ലീഷിൽ പറയണം. പോടാ. അല്ല, ഇതെന്താ ബാധ കയറിയോ? ബാധ കയറിയടാ നിന്റെ തന്തയ്ക്ക്. അയ്യോ അയ്യോ ചേട്ടാ, ചേട്ടൻ ഒന്നും തോന്നരുത്. തന്തയ്ക്ക് പറയേണ്ടടുത്ത് തന്തയ്ക്ക് തന്നെ പറയണം. എനിക്ക് ദേഷ്യവും മനപ്രയാസവും ഒക്കെ വന്നാ പിന്നെ ഞാൻ പിതൃഭാഷയെ ഉപയോഗിക്കും. അതുകൊണ്ട് എന്റെ മക്കളും മരുമക്കളും ഒക്കെ കേൾക്കാൻ വേണ്ടി പറയുക, എന്നെ കൊണ്ട് തെലുങ്ക് പറയിപ്പിക്കരുത്. നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാനൊക്കെ ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ.